ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടമാണ് മുഗൾ സാമ്രാജ്യം. സഹീറുദ്ദീൻ മുഹമ്മദ് എന്ന ബാബർ ചക്രവർത്തി 1526 സ്ഥാപിച്ചതാണ് മുഗൾ സാമ്രാജ്യം. തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പരമ്പരയിൽപ്പെട്ട ബാബർ തന്റെ 12ാം വയസ്സിൽ ഫർഗാന എന്ന കൊച്ചു പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്നു. പടിഞ്ഞാറ് മധ്യേഷ്യയിലെ ഓസ്കസ് സമുദ്രം മുതൽ കിഴക്ക് ബംഗാൾ വരെയും വടക്ക് ഹിമാലയം മുതൽ തെക്ക് ഗ്വാളിയാർ വരെയുള്ള വിശാലമായൊരു സാമ്രാജ്യത്തിന് ശിലയിടാൻ ബാബർ ചക്രവർത്തിക്ക് സാധിച്ചു. ബാല്യകാലത്തിൽ തന്നെ ഭരണം കൈയാളിയ ഒരു ഭരണാധികാരി മാത്രമായിരുന്നില്ല ബാബർ ചക്രവർത്തി. കവിയും എഴുത്തുകാരനും കലാനിപുണനുമായിരുന്നു ബാബർ ചക്രവർത്തി. ബാബറിന്റെ ആത്മകഥ നുക്സെ ബാബർ പേർഷ്യൻ സാഹിത്യത്തിലെ ഉത്തമ കൃതികളിൽ ഒന്നാണ്. 1529 അയോധ്യയിൽ പണിത ബാബറി മസ്ജിദ് അടക്കം നിരവധി മസ്ജിദുകളും ചരിത്ര സ്മാരകങ്ങളും അദ്ദേഹം പണികഴിപ്പിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ ബാബർ പള്ളികൾ പണിതു. ഇന്നും നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പള്ളികൾ കാബൂളിബാഗ് പാനിപ്പത്ത്, ജുമാ മസ്ജിദ്, സംബൽ, ജമാലി കമാലി മസ്ജിദ്, ഡൽഹി പിലക്ന മസ്ജിദ് തുടങ്ങിയവയാണ്. തന്റെ ഭരണരീതിയിൽ ഭൂരിപക്ഷവും ഹൈന്ദവരായതുകൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസികളെ ബഹുമാനിക്കുകയും അവർക്ക് തുല്യനീതി ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ വ്യാപകമായി പൂന്തോട്ട നിർമ്മാണം ആരംഭിച്ച